3 തവണയും അത് പരാജയപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. ഇനിയിപ്പോൾ 4ാമത്തെ തവണ, അതായത് 4ാം തവണത്തെ ഒരു പരീക്ഷണത്തിനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ആ ഒരു ദൗത്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇതിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്ന പ്രതിസന്ധികൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇനി ഇപ്പോൾ പരമാവധി അരമണിക്കൂർ മാത്രമാണ് ഇപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോറി കരയിലേക്ക് കയറ്റുന്നതിൽ താമസം നേരിടുകയാണ്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. നേരത്തെ ലോറി മുകളിലേക്ക് വലിച്ചു കയറ്റാനായി 2 ക്രെയിനുകളും ഉപയോഗിച്ച് ഒരേ സമയം ശ്രമിച്ചപ്പോൾ വടം പൊട്ടി വീണ്ടും ആ ശ്രമം പുനരാരംഭിക്കേണ്ട സാഹചര്യമുണ്ടായി. ലോറി ഇപ്പോൾ തലകീഴായി കിട്ടിയ ലോറി ഇപ്പോൾ തിരിച്ചിട്ടിരിക്കുകയാണ്. എല്ലാ വീലുകളും വാഹനത്തിൽ തന്നെയുണ്ട്. ഷാസി ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ക്യാബിൻ ഭാഗം പൂർണ്ണമായും ഇടിച്ച് ഒന്നിച്ചായിരിക്കുന്ന കൂടിക്കിടക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ക്യാബിൻ ഭാഗത്തു നിന്നാണ് അർജുൻ്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കിട്ടിയത്. അത് അർജുൻ്റേത് തന്നെ ആകാനുള്ള സാധ്യതയാണ് കൂടുതലും കൽപ്പിക്കുന്നതെങ്കിലും ഒരു പരിശോധനയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. AK അഭിലാഷും ദീപക് മലയമ്മയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയയുടെ അടുത്തേക്കാണ് അഭിലാഷ് പോകുന്നത്. ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ, ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ സംഭവ സ്ഥലത്തുണ്ട്. ഇനിയിപ്പോൾ ഈ വാഹനം കരയിലേക്ക് കയറ്റിയുള്ള പരിശോധനയിലേക്ക് പോകുമോ? വീണ്ടും വടം ബന്ധിപ്പിച്ചിരിക്കുന്നു. പതുക്കെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നേരത്തെ നടത്തിയിരുന്നത്. ഇങ്ങനെ തിരിച്ചിടുന്നതും നമ്മൾ കണ്ടിരുന്നു. വാഹനത്തിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായും മുകളിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഡ്രഡ്ജറിലെ ക്രെയിൻ കൂടി ഉപയോഗിച്ച് വാഹനം മറിച്ചത്. അതിനുശേഷമാണ് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തി വന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. പതിയെ ഉയർത്തിയതിനു ശേഷം വാഹനം തിരിച്ച് ഇടുകയായിരുന്നു. വീലുകൾ താഴെയാക്കിക്കൊണ്ടുള്ള തിരിച്ചിടലിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുടെ അടുത്തേക്ക് അഭിലാഷ് എത്തിയെന്ന്. അഭിലാഷിലേക്ക് നമുക്ക് പോകാം. ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. DNA പരിശോധന നടത്തുമോ എന്നതിലടക്കം ഭരണകൂടം തീരുമാനിക്കട്ടെ എന്നാണ് അർജുൻ്റെ ബന്ധുക്കൾ പറഞ്ഞത്. ഇപ്പോൾ വാഹനം കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ DNA പരിശോധന ാനുള്ള സാധ്യത കാണുന്നുണ്ട്. തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മൃതദേഹം നൽകും. പക്ഷേ അതിൽ 3 പേരെ കാണാതായി എന്ന പരാതി രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. AK അഭിലാഷ് ലക്ഷ്മിപ്രിയയുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു നാട് മുഴുവൻ ഇതുപോലെ കാത്തിരുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വണ്ണമാണ് അർജുനായി ഒരു നാട് മുഴുവൻ കാത്തിരുന്നത്. അപകടത്തിൽപ്പെട്ട 16-ാം തീയതി അധികം ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു അപകടമുണ്ടായി എന്ന്. കുടുംബം തന്നെ അറിഞ്ഞത് രാത്രി വൈകിയാണ്. ലോറിയുടമ മനാഫാണ് അർജുനെ തെരയുന്നതിനായി ഒപ്പം നിന്നത്. അതിനുശേഷം പല തവണ തടസ്സപ്പെട്ട പരിശോധനകളാണ് ഒടുവിൽ അർജുൻ്റെ വാഹനം കണ്ടെത്തുന്നതിലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തിച്ചത്. ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിലടക്കമുണ്ടായ കാലതാമസം നമ്മൾ കണ്ടതാണ്. ഇനി ഈ വാഹനം കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വാഹനം ഡ്രഡ്ജറിലെ ക്രെയിനും കരയിലെ ക്രെയിനും ഉപയോഗിച്ചാണ് തിരിച്ചിട്ടത്. അത് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കുമ്പോഴാണ് അതിലെ കയർ പൊട്ടിയത്. വാഹനത്തിൻ്റെ ടയറുകളടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ക്യാബിൻ ഭാഗവും ഷാസി ഭാഗവുമുണ്ട്. മുകളിൽ ലോഡ് കയറ്റുന്ന ഭാഗത്തെ തടിക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്ന ഭാഗത്തെ മുഴുവൻ പാർട്ടുമാണ് തകർന്നടിഞ്ഞു പോയത്. ആ മരക്കഷ്ണങ്ങളും തെറിച്ചു വീണത് അങ്ങനെയാകും. മരക്കഷ്ണങ്ങൾ, കയർ, ഹൈഡ്രോളിക് ജാക്ക് ഇതെല്ലാം പലയിടങ്ങളിൽ നിന്നാണ് കിട്ടിയത്. അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലോഡ് കയറ്റുന്ന ഭാഗം അത് പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ SP അടക്കമുള്ളവരെല്ലാം കരയിൽ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നതാണ് അറിയേണ്ടത്. അർജുൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ മനാഫുമൊക്കെ ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അടുത്ത നീക്കങ്ങൾ എന്താണെന്നാണ് അറിയേണ്ടത്. അഭിലാഷ് ഇപ്പോൾ നേരം വൈകുന്നു. ഡ്രഡ്ജർ കമ്പനിയുമായുള്ള കരാർ അനുസരിച്ച് 6 മണി വരെയാണ് അവരുടെ ഓപ്പറേഷണൽ സമയമായി അവർ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ദൗത്യത്തിൻ്റെ ഒരു സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് വൈകിയാലും ഇന്ന് ഈ ദൗത്യം പൂർത്തിയാക്കുക, അതിലേക്ക് നീങ്ങുകയായിരിക്കില്ലേ? AK അഭിലാഷ്, കേൾക്കാമോ?
Now today we have found the cabin, and inside the cabin we have found a person body that we have found. We have sent it to the district hospital, and in the district hospital they'll do the post-mortem and they'll do the DNA. Once the DNA matching is done, we will hand over the body. DNA test will be done. DNA test will be done, and it will take 2 days for the report to come. So once the match is done, we will hand over the body as per formal process. Thank you. ഇപ്പോൾ DNA ടെസ്റ്റിന് ഏതാണ്ട് 2 ദിവസം വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതിനുശേഷം മാത്രമേ ബോഡി വിട്ടു നൽകൂ എന്നുള്ള കാര്യം കൂടി കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതുവരെ കാത്തു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും DNA ടെസ്റ്റിലേക്ക് തന്നെ സർക്കാർ പോകുന്നു. കാരണം ഇതിലൊരു വ്യക്തത അഭിലാഷ് ലോറിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. അഭിലാഷ് അങ്ങോട്ടേക്ക് നടന്നോളൂ. ക്യാബിനുള്ളിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. അർജുന്റെ മൃതദേഹമാണത് എന്ന് കുടുംബം പറയുമ്പോഴും ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നതിനായി DNA പരിശോധന അനിവാര്യമാണ്. അക്കാര്യമാണ് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. AK അഭിലാഷിനോട് ലക്ഷ്മിപ്രിയ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് 2 ദിവസത്തെ സമയമെടുക്കും. DNA സാമ്പിളിങ്ങിന് അർജുന്റെ സഹോദരന്റെ സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ വാഹനത്തിൽ നിന്ന് കിട്ടിയ മൃതദേഹ ഭാഗങ്ങളുടെ സാമ്പിൾ കൂടി എടുത്തതിന് ശേഷം പരിശോധനയിലേക്ക് കടക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ പരിശോധനാ ഫലം കിട്ടും. അർജുന്റെ മൃതദേഹമാകാനുള്ള സാധ്യതയാണ് 99%. ഇക്കാര്യത്തിൽ അവർക്ക് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 3 പേരെ കാണാതായ സാഹചര്യത്തിൽ ലോകേഷ്, ജഗന്നാഥൻ എന്നിങ്ങനെ 2 കർണാടക സ്വദേശികളെയും അർജുൻ എന്ന മലയാളിയുമാണ് ഈ അപകടത്തിൽ കാണാതായിരിക്കുന്നത്. മറ്റു 2 പേരുടെയും മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ അർജുന്റെ വാഹനത്തിൽ നിന്ന് കിട്ടിയ മൃതദേഹമാണ് അർജുൻ്റേതാണ് എന്ന് ഉറപ്പിക്കാൻ എങ്കിൽ പോലും അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയ ശേഷം മൃതദേഹം വിട്ടു നൽകാനാണ് തീരുമാനം എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അർജുന്റെ വാഹനം ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. 3 മണിയോടുകൂടിയാണ് ആ വാഹനം പുറത്തേക്കെടുത്തത്. ആ വാഹനത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അത് അർജുൻ്റെ വാഹനമാണ് എന്ന് മനാഫും ജിതിനുമൊക്കെ ഉറപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ട്രക്ക് കരയിലേക്ക് കയറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. ആദ്യ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും വടം ബന്ധിപ്പിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നതിന്, അതായത് മുകളിലെ ദേശീയപാതയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ അഭിലാഷ് 2 ദിവസത്തെ സമയമെടുക്കും DNA പരിശോധനാ ഫലം വരുന്നതിന്. അർജുൻ്റെ വാഹനത്തിൽ നിന്ന് കിട്ടിയ മൃതദേഹമായതിനാൽ അർജുൻ്റേതാണ് എന്ന് കുടുംബവും ലോറിയുടമയും ഒക്കെ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് 3 മിസ്സിംഗ് കേസുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഔദ്യോഗിക സ്ഥിരീകരണം അനിവാര്യമാണ് എന്നല്ലേ കളക്ടർ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം നിയമത്തിൻ്റെ മുമ്പിൽ അത്തരം സ്ഥിരീകരണം ആവശ്യമാണ്. കാരണം 3 പേരെ കാണാതായിട്ടുണ്ട്. അതിൽ ഒരാളാണ് അർജുൻ. പക്ഷേ അർജുൻ്റെ ട്രക്കിൽ തന്നെയാണ് ഈ മൃതദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് അർജുൻ്റെ ബോഡി തന്നെയാണ് ഇത് എന്ന് ഏതാണ്ട് ഉറപ്പിക്കുമ്പോൾ പോലെ തന്നെ ഇത് നിയമപരമായി ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരണം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് DNA പരിശോധന വേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും DNA പരിശോധനയ്ക്ക് നേരത്തെ നമ്മൾ കരുതിയിരുന്നത് 4 മുതൽ 5 ദിവസം വരെ വേണ്ടി വരുമെന്നാണ് ഇരുന്നെങ്കിൽ ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് 2 ദിവസങ്ങൾക്കകം തന്നെ DNA പരിശോധനാ ഫലം ലഭ്യമാകുമെന്നുള്ള കാര്യം കൂടിയാണ്. അതായത് നാളെയോ മറ്റന്നാളോ ഈ DNA പരിശോധനാ ഫലം ലഭ്യമാകും. അതിനുശേഷമായിരിക്കും മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ വീട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അതിനുശേഷം മാത്രമേ നാട്ടിലേക്ക് പോകാൻ കഴിയൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ട്രക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. നേരത്തെയിൽ നിന്ന് കുറേ കൂടി മുകൾ ഭാഗത്തേക്ക് ഉയർത്തുന്നതിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേ കൂടി, അതായത് ഇപ്പോൾ ഏതാണ്ട് ഒരു 3-4 മീറ്റർ ദൂരത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ട്രക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറേ കൂടി മുകൾ ഭാഗത്തേക്ക് ഉയർത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഒരു ക്രെയിൻ സംവിധാനം ഉപയോഗിച്ച് നേരത്തെ പൊട്ടിപ്പോയ വടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ട്രക്കിനെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറേ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം മൺകൂനകൾ അവിടെയുണ്ട്. ആ മൺകൂനകൾക്ക് മുകളിലൂടെ വേണം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ. ഒരു പക്ഷേ നേരത്തെ താഴത്തു നിന്നുള്ള ഈ ഡ്രഡ്ജറുള്ള ക്രെയിൻ ഉപയോഗിച്ച് തള്ളി നീക്കിയെങ്കിൽ ഇനി ഇപ്പോൾ അത്രത്തോളം സഹായം താഴത്തെ ഡ്രഡ്ജറിൽ നിന്നുള്ള ക്രെയിൻ്റെ സഹായം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. മുകൾ ഭാഗത്തു നിന്നുള്ള ഈ ക്രെയിൻ തന്നെ ഉപയോഗിച്ച് വേണ്ടി വരും വലിച്ചു നീക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേ കൂടി ശ്രമകരമായ ഒരു ജോലിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും 1-2 മീറ്ററോളം ഉയരത്തിലേക്ക് ഇപ്പോൾ ഈ ട്രക്കിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്.